ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചക്കക്കുരു ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പം ധാരാളം ചക്കക്കുരു ഉണ്ടാവില്ല. നമ്മൾ ചക്കക്കുരു കളയല്ലേ ചെയ്യുക, ഉപ്പേരി വയ്ക്കും, കറി വയ്ക്കും, പിന്നെ ബാക്കി എങ്ങനെ കുറച്ചൊക്കെ കേട് വന്നിട്ട് പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാതെ ചക്കക്കുരു ദോശ ഉണ്ടാക്കുക. അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരിയും തേങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു ദോശ ഉണ്ടാക്കാൻ പറ്റും. നോക്കാം, ചക്കക്കുരു പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങിയതും അരി 500 ഗ്രാം അരി എടുത്ത് കുറച്ച് ചക്കക്കുരു, അരമുറി തേങ്ങ, ഉപ്പ് എല്ലാം കൂടി അരി പുതിർത്തിയതാണ്. അരി നല്ലോണം പുതിർത്തി വെക്കണം. ചക്കക്കുരു ഉപ്പിട്ട് പുഴുങ്ങണം. എന്നിട്ട് അരമുറി തേങ്ങയും പാടെ മിക്സിയിലിട്ട് അരച്ച മാവാണിത്. ഇതെങ്ങനെ ഇരിക്കും അരച്ച മാവ്. നമുക്ക് ഇതുകൊണ്ട് ദോശ ചുട്ടെടുക്കാം. ചട്ടിയിൽ എണ്ണ പരട്ടിയിട്ട്, ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുടുന്നതാണ് ഏറ്റവും അതിൻ്റെ ടേസ്റ്റ് കാണുന്നത്. നോൺ സ്റ്റിക്കിലും ഉണ്ടാക്കാം, അത് എല്ലാ ഇഷ്ടത്തിനനുസരിച്ച്. ഇതേപോലെ നല്ല നേർമയാക്കിയിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. കറി വേണ്ടവർക്ക് കറി കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ നെയ്യ് വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. തേങ്ങാപ്പാലിൽ അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കറി കൂട്ടി വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ചക്കക്കുരു ഇനി കളയില്ലല്ലോ, നമുക്ക് ഒന്നും ചക്കേണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല.